സി എം ജയചന്ദ്രൻ, ഇപ്പോൾ ഇവിടെ മൂന്ന് വാദമുഖങ്ങൾ താങ്കൾ കേട്ടതാണ്. VP മുസ്തഫ പറഞ്ഞ വികസനത്തിൻ്റെ ക്ഷേമത്തിൻ്റെ കാര്യം, അതോടൊപ്പം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നത് ഏതോ വില കുറഞ്ഞ കാര്യമാണെന്ന് റോണി കെ ബേബി പറഞ്ഞത്, തിരുവനന്തപുരം നഗരസഭയിൽ ഏതോ മഹാകാര്യം ചെയ്തെന്ന് പറഞ്ഞ നന്ദുവിനെയും താങ്കൾ കേട്ടതാണ്. എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഇതില് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ പറഞ്ഞു നിർത്തിയത് നന്ദു ആണല്ലോ, സിജു. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബജറ്റ് വിഹിതമായി 40% തുക നീക്കിവെച്ച ഒരു ഇന്ത്യൻ സംസ്ഥാനം കേരളമല്ലാതെ മറ്റേതുണ്ട് എന്നാദ്യം ഒന്ന് പറയുക നന്ദു, കേട്ടോ. ഒന്ന് പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒന്ന് പഠിക്കണം. എന്നാൽ കേരള സംസ്ഥാന നിയമസഭ തീരുമാനിച്ച പ്രകാരം സംസ്ഥാന ബജറ്റിന്റെ വിഹിതത്തിൽ 40% തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ചുള്ള സംസ്ഥാനമാണ് കേരളം. ഒന്ന്. രണ്ടാമത്, താങ്കൾ ജൽജീവൻ മിഷൻ അടക്കം ഒരുപാട് പദ്ധതികളുടെ കാര്യം പറഞ്ഞു. ഈ CSS എന്ന് പറയുന്ന സെൻട്രലി സ്പോൺസേർഡ് സ്കീം അഥവാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അടിസ്ഥാന വ്യവസ്ഥ തന്നെ 60% യൂണിയൻ ഗവൺമെന്റും 40% സ്റ്റേറ്റ് ഗവൺമെന്റും എന്നുള്ളതാണ്. അത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീമായ ജൽജീവൻ മിഷൻ ആണെങ്കിലും ഇന്ദിരാ ആവാസ് യോജനയായാലും എല്ലാ പദ്ധതികളും. അത് ആരുടെയെങ്കിലും ഔദാര്യമോ സൗജന്യമോ സേവനമോ ഒന്നുമല്ല. അത് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതുകൊണ്ട് കേരളത്തിന് കിട്ടിയ പ്രത്യേക പദ്ധതിയാണെന്നുള്ളത് നിയമനടിച്ചിട്ട് കാര്യവുമില്ല. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുന്നത് 60-40 ആണ്. അതല്ല 100% സെൻട്രൽ സ്പോൺസേർഡ് ആയ ഒരു സ്കീമുണ്ട്, ഞാനെക്കൂടെ പറയാം, ഓർമ്മിപ്പിക്കാം. അത് നെല്ല് സംഭരണ പദ്ധതിയാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. 100% സെൻട്രൽ സ്പോൺസേർഡ് സ്കീമാണ്. പക്ഷെ കേരളത്തിൽ കടന്ന് ഏതെങ്കിലും പഠിച്ചു നോക്കണം നന്ദു, കേട്ടോ. എന്നിട്ട് അങ്ങനെ പറയാവുള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം പെട്ടെന്ന്. ഈ ഞങ്ങളുടെ വോട്ട് മറ്റന്നാളാണല്ലോ, 9-ാം തീയതി. ഞാൻ വോട്ട് ചെയ്യുന്നത് ഞാൻ താമസിക്കുന്ന വാർഡിൽ, ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് എൻ്റെ വീട്ടിലടക്കം, എൻ്റെ നാട്ടിൽ, വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്, എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, ഇതാണ് ഞാൻ നോക്കുന്നത്. എന്നെ പോലെ എൻ്റെ വാർഡിലുള്ള സകല മനുഷ്യരും നോക്കുന്നത് അങ്ങനെയാണ്. അതിൽ പിന്നെ LDF-കാരുണ്ടാവും, UDF-കാരുണ്ടാവും, NDA-കാരുണ്ടാവാം. പക്ഷെ എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം ജനപ്രതിനിധി അവനവന്റെ വാർഡിൽ ചെയ്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ നോട്ടം. രണ്ടാമത്, ഈ പിന്നെ 5 വർഷം ഭരിച്ച മെമ്പർ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, എങ്ങനെയായിരുന്നു അവരുടെ പ്രവർത്തനം? അഴിമതി രഹിതമായിരുന്നു, അഴിമതി കൂടെ ചേർന്നതായിരുന്നു, ഇവരുടെ മുന്നണി എങ്ങനെയാണ്? ഇതൊക്കെയാണ് പരിശോധിക്കപ്പെടുന്നത്. താങ്കൾ ഈ പറയുന്ന ഇപ്പം പിന്നെ പ്രൊഫസർ റോണി കെ ബേബി ആണെങ്കിലും VPP ആയിട്ട് അവരെല്ലാം അന്യോന്യം വാക്കുകൾ നടത്തിയപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ മുഖ്യമന്ത്രിയോട് പറയുന്നത് കേരളത്തിലെ ഡെവലപ്മെന്റിൽ, വികസന പരിപ്രേക്ഷ്യത്തിൽ എങ്ങനെ അതിനെ തടസ്സപ്പെടുത്താം എന്ന് ആലോചിച്ച് ചിന്തിച്ചുറപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമി UDF-മായി കൂട്ടുചേർന്ന് നടത്തുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഈ വളർച്ച തടയാൻ, പിന്നെ ഗ്രോത്ത് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു എക്കണോമിക് പോളിസി പ്രൊഫസർ റോണി കെ ബേബി പഠിക്കുകയും പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യില്ലല്ലോ. ആ സ്റ്റാഗ്നേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ആസൂത്രിതമായ കാര്യങ്ങൾ എങ്ങനെ പൊളിച്ചു കാണിക്കാം, അതാണ് മുഖ്യമന്ത്രി രാഷ്ട്രീയമായി ചെയ്തത്. പക്ഷേ എന്റെ അനുഭവത്തിലും അറിവിലും മറ്റുള്ളവരുടെ അനുഭവത്തിലും ഞാൻ കേട്ടിരിക്കുന്നതും നമ്മുടെ പ്രദേശത്ത് എന്തുണ്ട് വികസനം എന്ന് നോക്കുമ്പോൾ, എന്റെ വീട്ടിൽ ഹരിതകർമ്മസേന വന്ന് മാസത്തിൽ 2 തവണ കുപ്പി വറുക്കുകയാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വേസ്റ്റുകൾ അടക്കം ചേർച്ചുകൊണ്ട് പോവുകയാണ്. അതടക്കം എത്രയോ കാര്യങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ചെയ്യുന്നത്. അതിൽ സ്റ്റേറ്റ് ബജറ്റിൽ നിന്നുള്ള 40% വിഹിതമുണ്ട്, നിശ്ചയമായും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ MLA വിഹിതം കൂടാതെ മന്ത്രിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ, എനിക്ക് തന്നെ അറിയാവുന്നത് ഒരുപാട് പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളുടെ അടക്കം സജി ചെറിയാന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നടത്തിയിട്ടുള്ള റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ നിർമ്മാണം, അത് വേറൊരു സംഗതിയാണ്. ശരി, ശ്രീ ജയചന്ദ്രൻ, അക്കാര്യങ്ങളിലേക്ക് തന്നെ ഒരുപക്ഷെ മടങ്ങി വരേണ്ടതുണ്ട്.